ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സോയ ചങ്ക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതുവരെ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാം കേട്ടോ. സോയ ചങ്ക്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടാവുന്ന ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. സോയ ഒരു പെപ്പർ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കായിട്ടുള്ള മെയിൻ ചേരുവ എന്ന് പറയുന്നത് സോയ ചങ്ക്സ് ആണ്. ഞാനിപ്പോൾ ഒരു 150 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഒരു 3 കപ്പ് അളവിലുണ്ടാകും. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അല്ലെങ്കിൽ പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ഇതിങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് സോയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി വെള്ളം ഒന്ന് മാറ്റിയിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സോയ 1-2 പീസായിട്ട് മുറിക്കുക. വലുതാണെങ്കിൽ, വളരെ ചെറുതാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുഴുവനും ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ഇതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മതി. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടെ രണ്ടും കൂടെ ചതച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ മതി, കൂടുതൽ വേണ്ട. പിന്നെ ഒരു 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം പൊടിച്ചിട്ടുള്ള പൊടി ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടാകുന്ന പൊടി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളൊരു പെപ്പർ റോസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുരുമുളക് കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ. ഒരു 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി കാര്യമായിട്ട് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നിറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാളയുടെ ഒരു പകുതി ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. നമ്മൾ ചിക്കനും ബീഫൊക്കെ തിരുമ്മിയെടുക്കില്ല, അതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ, നമ്മൾ കുറേ സമയം ചൂടുവെള്ളത്തിലിട്ട് വെച്ചതൊക്കെയല്ലേ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. വേണമെങ്കിൽ ഇത്തിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം വെള്ളം വേണമെങ്കിൽ ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യമൊക്കെ വേവായിട്ടുണ്ടാവും കേട്ടോ. ഒരു പീസ് എടുത്ത് ടേസ്റ്റ് നോക്കിയാൽ മതി. ഇനി നമ്മൾ എന്തായാലും ഗ്രേവിയിലിട്ടിട്ട് ഇത്തിരി കൂടെ വേവിക്കുന്നുണ്ട്, അപ്പം ആ ഒരു പാകത്തിന് മതി. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുള്ള ഈ ഒരു സോയ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊരു പാനിൽ ഗ്രേവി റെഡി ആക്കുകയാണെങ്കിൽ ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പാത്രത്തിലേക്ക് എടുത്തൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഈ പാനിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചിട്ട് ചൂടാക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ മുറിച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിലായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. എന്നിട്ടിന് ഇതിലേക്കൊരു 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മുഴുവനും, പിന്നെ നേരത്തെ നമ്മൾ ആദ്യം മുറിച്ചതിൻ്റെ ഒരു പകുതി ഉണ്ടാവില്ല, അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് 1.5 സവാള ഇതുപോലെ ഒന്ന് കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴന്ന് വന്നോട്ടെ കേട്ടോ. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഇതുപോലെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി, ഒരു മീഡിയം വലുപ്പത്തിൽ വരുന്ന ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഉടച്ചെടുക്കണം. തക്കാളി ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്ന സമയത്തിന് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം ഇട്ടിട്ട് നമ്മൾ കുറേ സമയം ഇപ്പോൾ വഴറ്റിയെടുക്കേണ്ട, ജസ്റ്റ് 1-2 തവണ ഒന്നങ്ങ് വഴറ്റിയതിന് ശേഷം ഇനി ബാക്കി മസാലയും സോസുകളൊക്കെ ചേർത്തിട്ട് അതിൽ കിടന്ന് വഴന്ന് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ആദ്യമേ ഒരുപാട് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറേ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ആദ്യം കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് നോക്കിയിട്ട് ഫ്ലേവറിനനുസരിച്ചിട്ട് മിക്സാക്കി നോക്കിയിട്ട് പിന്നെ ഇട്ടാലും മതി കേട്ടോ.
അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര മസാലപ്പൊടി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ആ മസാലപ്പൊടി ഒന്നങ്ങ് വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഗ്യാസ് നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് സോസുകൾ ചേർക്കാണ്ട്, അല്ലെങ്കിൽ സോസ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ സോസുകൾ കുറച്ച് വെള്ളത്തിലാക്കി ചേർത്താലും മതി കേട്ടോ. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ അത്രയ്ക്ക് വേണ്ടി വരില്ല, നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഒരു ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു സോയ ചങ്ക്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ 2-3 മിനിറ്റ് ചെറിയ തീയിൽ മിക്സാക്കി എടുത്താൽ മാത്രമേ ആ ഒരു സോയയിലേക്ക് കറക്റ്റ് ടേസ്റ്റ് പിടിക്കുകയുള്ളൂ കേട്ടോ. കാരണം സോയയിലേക്ക് ടേസ്റ്റ് പിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ. പക്ഷേ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സോസിൻ്റെ മസാലൻ്റെ ഒക്കെ ഫ്ലേവർ കറക്റ്റ് അതിൽ പിടിച്ച് കിട്ടിക്കോളൂ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതോടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ സമയത്തിന് ഒരു 1 ടീസ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി, പക്ഷേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സോയക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇതുകൂടെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുന്ന സമയത്ത്. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്കൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് ഒരു 2 മിനിറ്റ് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറവാണെങ്കിൽ ലാസ്റ്റ് 2 നുള്ളിങ്ങനെ മേലെ കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്താലും മതിയാകും. അപ്പോൾ വളരെ സിമ്പിളായിട്ട്, വളരെ സിമ്പിൾ നല്ല ഇത്തിരി പണിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റിൽ കഴിക്കട്ടെ. അതായത് സോയ ചങ്ക്സ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾക്കൊക്കെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ശരിക്കും ഒരു പീസ് ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ നല്ല ചൂടുള്ള ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ ഒന്ന് മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്